കൊല്ലം മോച്ചുറയിൽ ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് റോഷനെ കണ്ടെത്താനാകാതെ പോലീസ്. റോഷനും പെൺകുട്ടിയും ബംഗളൂരിലുണ്ടെന്ന് സൂചന ലഭിച്ചിട്ടും ഇവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അതേസമയം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ കേസിലെ മറ്റു പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം 15 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പിതാവിന്റെ പരാതി. ഓച്ചിറ സ്വദേശികളായ മുഹമ്മദ് റോഷനും മറ്റ് 3 സുഹൃത്തുക്കൾക്കുമെതിരെയാണ് രാജസ്ഥാൻ സ്വദേശികളായ കുടുംബം പരാതി നൽകിയത്. അന്വേഷണം ആരംഭിച്ച പോലീസ് ചൊവ്വാഴ്ച രാത്രി അനന്തു, വിപിൻ എന്നിവരെയും ബുധനാഴ്ച പ്യാരി എന്നയാളെയും പിടികൂടി. എന്നാൽ സംഭവം നടന്ന് 4 ദിവസമായിട്ടും മുഖ്യപ്രതിയെയും പെൺകുട്ടിയെയും കണ്ടെത്താൻ പോലീസിനായില്ല. പിടിയിലായ പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. SI ഉൾപ്പെടെയുള്ള 4 അംഗ അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ ക്യാമ്പ് ചെയ്താണ് ഇരുവർക്കുമായുള്ള അന്വേഷണം തുടരുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്യാത്തതും ഇരുവർക്കും ബാംഗ്ലൂരിൽ മറ്റു ബന്ധങ്ങളില്ലാത്തതും അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ബംഗളൂരു പോലീസിന്റെ സഹായം തേടിയത്. അതേസമയം റോഷനെ കണ്ടെത്താൻ വൈകുന്നത് CPI ബ്രാഞ്ച് സെക്രട്ടറിയായ പിതാവിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മുഹമ്മദ് റോഷൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെയും പോക്സോ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിമാൻഡ് ചെയ്ത പ്രതികളെ കൊല്ലം സബ് ജയിലിലേക്ക് മാറ്റി. മീഡിയ 1 കൊല്ലം.